അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. GST അപ്ഡേറ്റ്സിൻ്റെ ചാനലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും ഒരുപാട് സുഹൃത്തുക്കളുടെ അഭ്യർത്ഥന മാനിച്ച് MSME 43BHൻ്റെ വീഡിയോ കൂടി ഞങ്ങൾ ചെയ്യുന്നു. ഫൈനാൻസ് ആക്ട് 2023 ഇൻകം ടാക്സിലെ 43B സെക്ഷനിൽ H എന്നുള്ള ക്ലാസ് കൂടി ഇൻസേർട്ട് ചെയ്തത്. ചെറുകിട കച്ചവടക്കാർക്ക് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും അവർക്ക് കൂടുതൽ പ്രൊമോഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നത്. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾക്ക് സംശയങ്ങളുണ്ട്. MSME എന്താണ്, ഇതിൽ മൈക്രോ ആരാണ്, സ്മോൾ ആരാണ്, മീഡിയം ആരാണ് ഇതിൻ്റെ പരിധിയിൽ വരുന്നത്, ആരാണ് ഇതിൻ്റെ പരിധിയിൽ വരാത്തത് എന്നുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്നു. അതിനു മുമ്പ് നമ്മൾ 3-4 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ കാര്യം, MSME മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ്, ഇതിൽ സ്മോള് മൈക്രോ എന്നുള്ള കാറ്റഗറിക്കാർ മാത്രമാണ് ഈ ഒരു പ്രൊവിഷൻ്റെ പരിധിയിൽ വരുന്നത്. രണ്ടാമത്തെ കാര്യം, ഇതിൽ സർവീസ് പ്രൊവൈഡേഴ്സ്, മാനുഫാക്ചേഴ്സ് എന്നുള്ള രീതിയിൽ MSMEയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിൻ്റെ പരിധിയിൽ വരാൻ സാധിക്കുകയുള്ളൂ. പിന്നെ മൂന്നാമത്തെ കാര്യം, ട്രേഡേഴ്സ് ഇതിൻ്റെ പരിധിയിൽ വരുന്നില്ല. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, MSMEയുടെ ഉദയം രജിസ്ട്രേഷൻ എടുത്തവർക്ക് മാത്രമാണ് ഈ ഒരു പരിധിയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് MSME എന്താണ്, ഇത് 43B ആണ്, എന്താണ് 43BH എന്താണ്, ആരാണ് ഇതിൻ്റെ പരിധിയിൽ ആപ്ലിക്കബിൾ ആക്കാണ്, ഇത് ആർക്കാണ് ആപ്ലിക്കബിൾ അല്ലാത്തത്, എങ്ങനെയാണ് ഇത് ബിസിനസ്സിനെ ബാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ നോക്കാം. ഇൻകം ടാക്സ് 43BH എന്ന ക്ലാസ്സിനെ കുറിച്ച് നമ്മൾ പ്രതിപാദിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് MSME എന്താണെന്ന്. MSME എന്ന് പറഞ്ഞാൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. ഇത് അമെൻമെന്റ് ചെയ്തിട്ടാണ് ഈ പുതിയ ആക്ട് ഇവിടെ നിലവിൽ വന്നിരിക്കുന്നത്. അമെൻമെന്റ് ചെയ്ത മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് ഡെവലപ്മെന്റ് ആക്ട് 2006 17/2020 നിലവിൽ വന്നത്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ കൂടുതൽ വികസനത്തിനും MSME ഡീലേഴ്സിന് പ്രോത്സാഹനം നൽകുന്നതിനും വേണ്ടിയിട്ടാണ് ഈ നിയമം നിലവിൽ വന്നത്. ടേൺ ഓവറിന്റെയും ഇൻവെസ്റ്റ്മെന്റിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ MSME നമ്മൾ പുതിയതായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ടേൺ ഓവർ ബേസിസിൽ MSME ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. മൈക്രോ സ്മോള് മീഡിയം. അപ്പം നമ്മളൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ട, മീഡിയം നമ്മുടെ 43BHൽ വരുന്നതല്ല, സ്മോളും മൈക്രോയും സ്മോളും മാത്രമാണ് ഈ ഒരു പരിധിയിൽ വരുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്ലാന്റ് ആൻഡ് മിഷനറി ഓർ എക്യുപ്മെന്റ്, നമ്മൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് മൈക്രോയിൽ 1 കോടി, നോട്ട് മോർ ദാൻ 1 crore, സ്മോൾ സ്കെയിൽ ആണെങ്കിൽ നോട്ട് മോർ ദാൻ 10 crore. ഇനി ആനുവൽ ടേൺ ഓവർ ആണെങ്കിൽ മൈക്രോയിൽ നോട്ട് മോർ ദാൻ 5 crore, സ്മോളില് നോട്ട് മോർ ദാൻ 50 crore. ഇപ്പൊ മീഡിയത്തിലാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നോട്ട് മോർ ദാൻ 50 crore നമ്മുടെ ആനുവൽ ടേൺ ഓവർ നോട്ട് മോർ ദാൻ 250 crore ആണ്. അപ്പം നമുക്ക് മീഡിയം നമ്മളുടെ ഈ പരിധിയിൽ വരുന്നതല്ല. ഈ ടേൺ ഓവറും ഇൻവെസ്റ്റ്മെന്റിന്റെയും കാൽക്കുലേഷനിലാണ് മൈക്രോ ഏതാണ് സ്മോൾ ഏതാണെന്ന് നമ്മൾ തീരുമാനിക്കപ്പെടുന്നത്. അപ്പൊ ഈ രീതിക്കാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ ആനുവൽ റിട്ടേണിന്റെയും ബേസിൽ ഇതിനെ തരംതിരിച്ചിരിക്കുന്നത്. ഇനി എന്താണ് ഇൻകം ടാക്സ് ആക്ടിലെ 43BH എന്ന് നമുക്ക് നോക്കാം. ഇൻകം ടാക്സ് ആക്ടിലെ ഇൻകം ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ എന്ന ഹെഡിൽ നിന്ന് നമുക്ക് കിഴിവ് ലഭിക്കുന്ന ചിലവുകളുടെ പട്ടിക പ്രതിപാദിക്കുന്ന സെക്ഷനാണ് 43B എന്ന് പറയുന്നത്. അപ്രകാരം ലഭിക്കുന്ന കിഴിവ് ക്ലെയിം ചെയ്യാൻ കഴിയുന്ന എക്സ്പെൻസിന്മേൽ നൽകുന്ന പേയ്മെന്റ് ആ വർഷം തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ഡ്യൂ ഡേറ്റിന് മുൻപ് നൽകിയാൽ മാത്രമേ ആ ചെലവിന്മേൽ നൽകിയ തുക ആ വർഷത്തെ ചിലവായി ക്ലെയിം ചെയ്ത് ഇൻകത്തിൽ നിന്നും കുറവ് ചെയ്യാനായി സാധിക്കുകയുള്ളൂ. ഇതാണ് സെക്ഷൻ 43B എന്ന് പറയുന്ന ഇൻകം ടാക്സ് ആക്ടിൽ പറയുന്നത്. എന്നാൽ ഇൻകം ടാക്സിന്റെ ഈ ഒരു 43BH എന്ന് പറഞ്ഞ ക്ലാസ്സിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, എന്താണ് സെക്ഷൻ 43BH ഓഫ് ഇൻകം ടാക്സ് ആക്ട്? ഏതെങ്കിലും അസസി മൈക്രോ ഓ സ്മോൾ എന്റർപ്രൈസസിന് നൽകാനുള്ള പേയ്മെന്റ് MSME ആക്ട് സെക്ഷൻ 15 അനുസരിച്ച്
സ്പെസിഫൈഡ് ടൈം ലിമിറ്റിനുള്ളിൽ എപ്പോഴാണോ ആക്ച്വലി പേയ്മെന്റ് നടത്തുന്നത് അപ്പോൾ മാത്രമേ ആ വർഷത്തെ ചിലവായി പരിഗണിച്ചു ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരാള് മൈക്രോയിൽ നിന്നോ സ്മോൾ എന്റർപ്രൈസസിൽ നിന്നോ നമ്മുടെ ഗുഡ്സോ സർവീസോ മേടിക്കുകയാണെങ്കിൽ നമ്മൾ സെക്ഷൻ 15 പ്രകാരം MSME ആക്ടിലെ സെക്ഷൻ 15 പ്രകാരം ഉള്ള ടൈം ലിമിറ്റിനുള്ളിൽ നമ്മൾ ആക്ച്വലി ആ പേയ്മെന്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ വർഷത്തെ ആ പർട്ടിക്കുലർ ഫൈനാൻഷ്യൽ ഇയറിലെ ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ സെക്ഷൻ 15 അനുസരിച്ചാണ് സ്പെസിഫൈഡ് ടൈം ലിമിറ്റ് ഉള്ളത്, ഇൻകം ടാക്സിന്റെ ഡ്യൂ ഡേറ്റ്, റിട്ടേൺ ഡ്യൂ ഡേറ്റ് അല്ല. അപ്പൊ നമുക്ക് എന്താണ് ആ സ്പെസിഫൈഡ് ടൈം ലിമിറ്റ് എന്ന് നോക്കാം. സ്പെസിഫൈഡ് ടൈം ലിമിറ്റ് ഓർ ഡ്യൂ ഡേറ്റ് ആസ് പെർ ദി MSME ആക്ട്. MSME ആക്ട് പ്രകാരം എന്താണ് നമ്മളുടെ ടൈം ലിമിറ്റ്? ഇപ്പൊ എഗ്രിമെന്റ് ഉള്ള കേസാണെങ്കിൽ, ഇപ്പൊ ഡീലറുമായിട്ട് നമുക്ക് എഗ്രിമെന്റ് ഇല്ലാത്ത കേസിലും ഉള്ള കേസിലും എങ്ങനെയാണെന്ന് നോക്കാം. നോ എഗ്രിമെന്റ് വിത്ത് MSME വിത്തിൻ 15 days ഫ്രം ഡേറ്റ് ഓഫ് അക്സെപ്റ്റൻസ് ഓഫ് സപ്ലൈ. നമ്മൾ സപ്ലൈ റിസീവ് ചെയ്ത് അന്ന് മുതൽ 15 ദിവസത്തിനുള്ളിൽ നമ്മൾ പേയ്മെന്റ് കൊടുത്തിരിക്കണം. ഇനി എഗ്രിമെന്റ് ഉണ്ടെങ്കിലോ, ഇഫ് എഗ്രിമെന്റ് വിത്ത് MSME ആണെങ്കിൽ വിത്തിൻ 45 days ഫ്രം ദി ഡേറ്റ് ഓഫ് അക്സെപ്റ്റൻസ് ഓഫ് സപ്ലൈ, 45 ദിവസത്തിനുള്ളിൽ നമ്മൾ ആ ഒരു സപ്ലൈക്ക് എഗെയിൻസ്റ്റ് ഉള്ള പേയ്മെന്റ് നൽകിയിരിക്കണം. ഇതാണ് MSME ആക്ടിൽ പറഞ്ഞിരിക്കുന്ന സ്പെസിഫൈഡ് ടൈം ലിമിറ്റ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 3 കാര്യം, വെരി ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് ഡ്യൂ ഡേറ്റ് ഈസ് ആസ് പെർ ദി MSME ആക്ട്. MSME ആക്ടിലെ സെക്ഷൻ 15 പ്രകാരമാണ് നമ്മൾ ഡ്യൂ ഡേറ്റ് പറയേണ്ടത്. അതാണ് നമ്മൾ ഈ മോഡിൽ 15 ദിവസവും 45 ദിവസവും പ്രതിപാദിച്ചത്. പിന്നെ അടുത്ത പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, ഉദയം രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. MSME ആണെന്ന് നമുക്ക് അറിയാനായിട്ട് ഉദയം രജിസ്ട്രേഷൻ, ഇത് ക്വാളിഫൈ MSMEയുടെ ഇതിൽ പരിധിയിൽ വരണമെങ്കിൽ ഉദയം രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. ഇനി അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഡീറ്റെയിൽസ് ആസ് പെർ സെക്ഷൻ 43BH ഈസ് ടു ബി റിപ്പോർട്ടഡ് അണ്ടർ ക്ലാസ് 22 ഓഫ് ഇൻകം ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ട്. നമ്മൾ ഈ 43BH പ്രകാരമുള്ള കാൽക്കുലേഷൻസ്, ഇപ്പൊ സപ്പോസ് നമുക്ക് ഈ ഒരു പേയ്മെന്റ് 45 ദിവസത്തിലോ 15 ദിവസത്തിലോ കൊടുത്ത് തീർക്കാൻ പറ്റിയില്ലെന്ന് വരികിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഇൻകം ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ടിലെ ക്ലാസ് 22 ആണ്. അപ്പൊ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ നമ്മൾ അത് തിരിച്ച് ഇൻകത്തിനോടൊപ്പം അഡപ്പ് ചെയ്ത് അടയ്ക്കേണ്ടി വരും. അപ്പൊ ഇത് ഓഡിറ്റ് റിപ്പോർട്ടിൽ ക്ലാസ് 22-ലാണിത് പറയുന്നത്, റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഇതിന്റെ ആ ഒരു കാൽക്കുലേഷൻ വരുന്നത്? നമുക്ക് ആകെ കൺഫ്യൂഷൻ ആയിരിക്കും. ഇത് എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ്, അഡ്വാൻസ് ആണെങ്കിൽ എങ്ങനെയാണ്, എഗ്രിമെന്റ് ഇല്ലെങ്കിൽ എങ്ങനെയാണ്, ഏത് ഡേറ്റിൽ കൊടുത്താൽ നമുക്ക് അലവൻസ് കിട്ടും, ഇത് ഡിഡക്റ്റബിൾ ചെയ്യാൻ പറ്റും നമ്മളുടെ ക്ലെയിമിൽ, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഒരുപാട് പേർക്കുണ്ട്. അപ്പൊ ഇതിനകത്ത് ഞാൻ ഒരു 4 സിനാരിയോ പറഞ്ഞിട്ടുണ്ട്. ഡേറ്റ് ഓഫ് അക്സെപ്റ്റൻസ് ഓഫ് സപ്ലൈ, ഇപ്പൊ 25/3/2024 ഒരു സാധനം നമ്മൾ റിസീവ് ചെയ്യുന്നത്. അതിന്റെ എഗ്രിമെന്റ് ഉള്ളതാണ്, ക്രെഡിറ്റ് പീരീഡ് 60 ദിവസമാണ്. അപ്പൊ ഡ്യൂ ഡേറ്റ് ആസ് പെർ MSME ആക്ട് പ്രകാരമുള്ള ഡ്യൂ ഡേറ്റ് എപ്പോഴാണ്? 60 ദിവസം ആകുമ്പോൾ 8/5/2024 എന്നാൽ ഈ ഡീലർ അത് 1/5 തന്നെ, അതായത് MSMEയുടെ ഡ്യൂ ഡേറ്റിന് മുന്നിൽ 1/5/2020 തന്നെ പേയ്മെന്റ് നൽകേണ്ടായി 50,000 രൂപ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഫൈനാൻഷ്യൽ ഇയർ 23-24 തന്നെ ആ അസസിക്ക് ആ ഒരു ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ഒരു സിനാരിയോ 20/3/2024 സപ്ലൈ റിസീവ് ചെയ്യുന്നത്, അവിടെ എഗ്രിമെന്റ് ഇല്ല, അതുകൊണ്ട് തന്നെ 15 ദിവസം, അപ്പം അതായത് 3/4/2024 MSME ആക്ട് പ്രകാരമുള്ള ഡ്യൂ ഡേറ്റ്. എന്നാൽ ഒരു ദിവസം വൈകി 4/4/2024 അസസ് ഇത് പേയ്മെന്റ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ വർഷത്തെ ഡിഡക്റ്റബിൾ ആയിട്ട് നമുക്ക് അത് അലവൻസ് കിട്ടില്ല. നോട്ട് അലവബിൾ ഇൻ ഫൈനാൻഷ്യൽ ഇയർ 23-24 നമുക്ക് അലവൻസ് കിട്ടില്ല. 65,000 രൂപ നമുക്ക് കിട്ടുന്നത് എപ്പോഴാണ്? നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിൽ, അതായത് 24-25 അസസ്മെന്റ് ഇയർ 25-26 മാത്രമേ നമുക്ക് ആ ഒരു ക്ലെയിം ലഭിക്കുകയുള്ളൂ. ഇനി അടുത്തൊരു സിനാരിയോ
1/4/2024 സാധനം റിസീവ് ചെയ്യുന്നത്, സപ്ലൈ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. അത് അഡ്വാൻസ് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഡ്യൂ ഡേറ്റ് ആസ് പെർ MSME ആക്ടിൽ 1/4 വാങ്ങിയ സാധനം 15/4 അതിന്റെ ഡ്യൂ ഡേറ്റ് വരുന്നത്. എന്നാൽ ആക്ച്വൽ പേയ്മെന്റ് ചെയ്തത് എപ്പോഴാണ്? ഈ സാധനം റിസീവ് ചെയ്യുന്നതിന് മുന്നിൽ തന്നെ അഡ്വാൻസ് ആയിട്ട് 25/3/2024 80,000 രൂപ നൽകിയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇത് അലവബിൾ ഡിഡക്ഷൻ ആണ്. 2023-24 ഫൈനാൻഷ്യൽ ഇയറിൽ അലവബിൾ ആണ്. ഇനി അടുത്തൊരു സിനാരിയോ, 1/4/2023 കൈപ്പറ്റിയ ഒരു സപ്ലൈക്ക് നമ്മൾ എഗ്രിമെന്റ് ഇല്ലെങ്കിൽ എപ്പോഴാണ് പേയ്മെന്റ് നൽകേണ്ടത്? 15/4/2023 പേയ്മെന്റ് നൽകണമായിരുന്നു. എന്നാൽ ഈ പർട്ടിക്കുലർ അസസി 31/3/2024 പേയ്മെന്റ് നൽകിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ക്ലെയിം എടുക്കാനായിട്ട് സാധിക്കില്ല. ആ 75,000 രൂപ നമുക്ക് നെക്സ്റ്റ് ഇയറിലാണ്. നോട്ട് അലവബിൾ ഡിഡക്ഷൻ ഇൻ ഫൈനാൻഷ്യൽ ഇയർ 23-24. ഓൺലി ഇറ്റ് വിൽ ബി അലവബിൾ ഡിഡക്ഷൻ ഇൻ ഫൈനാൻഷ്യൽ ഇയർ 24-25 മാത്രമേ ഡിഡക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇതാണ് നമ്മളൊരു 4 സിനാരിയോ വെച്ച് അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ആപ്ലിക്കബിലിറ്റി ഓഫ് റൂൾ 43BH ആപ്ലിക്കബിലിറ്റി നോക്കാം. ആപ്ലിക്കബിൾ വിത്ത് എഫക്ട് ഫ്രം നമുക്ക് 23-24 തന്നെ, അതായത് അസസ്മെന്റ് ഇയർ 24-25 തന്നെ ഇത് ബാധകമാണ്. ഇതുവരെയും ഒരു ടൈം എക്സ്റ്റൻഷനും ഗ്രാന്റ് ചെയ്തിട്ടില്ല. നോ ടൈം എക്സ്റ്റൻഷൻ ഗ്രാന്റഡ്. ഓൺലി ആപ്ലിക്കബിൾ ടു മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസസ്. മൈക്രോയും സ്മോൾ എന്റർപ്രൈസസിന് മാത്രമാണ് ഇത് ബാധകം. ആപ്ലിക്കബിൾ ടു ഓൾ കേസ് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റ് ഉള്ള എല്ലാ കേസിനും ഇത് ബാധകമാണ്. അതായത് 44AD പ്രകാരമാണ് ഇപ്പൊ ചെയ്യുന്നതെങ്കിൽ അതിനകത്തൊരു ഇളവുണ്ട്. എന്നാൽ 2 കോടിക്ക് താഴെ ആണെങ്കിലും ടേൺ ഓവർ ഓഡിറ്റ് ചെയ്താണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നെങ്കിൽ 43BH അവിടെ ബാധകമാണ്. ആപ്ലിക്കബിൾ ടു ദി ബാലൻസ് എമൗണ്ട് ഇൻ ദി ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 33/3/2024. 33/3/2024 ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ വരുന്ന ബാലൻസ് എമൗണ്ടിനാണ് ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓപ്പണിങ്ങിന് നമുക്ക് ആപ്ലിക്കബിൾ ആവില്ല. ബാലൻസിന് 31/3/2024 ബാലൻസിനാണ് ആപ്ലിക്കബിൾ. ബാലൻസ് ക്രെഡിറ്റേഴ്സിനാണ് ഇത് ആപ്ലിക്കബിൾ. ആപ്ലിക്കബിൾ ടു ഓൺലി മാനുഫാക്ചേഴ്സ് ആൻഡ് സർവീസ് പ്രൊവൈഡേഴ്സ്. മാനുഫാക്ചേഴ്സിനും സർവീസ് പ്രൊവൈഡേഴ്സിനും മാത്രമാണ് ഇത് ബാധകം. വെരിഫൈ ഉദയം രജിസ്ട്രേഷൻ ഓഫ് MSME ഡീലർ ഫോർ ചെക്കിംഗ് ദി കറക്റ്റ്നെസ്. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരാളുടെ ബില്ലിൽ MSMEയുടെ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടെങ്കിലും അത് സ്മോൾ ആണോ മീഡിയം ആണോ മൈക്രോ ആണോ എങ്ങനെയാണ് അയാൾ ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ട്രേഡറായിട്ടാണോ സ്മോൾ ആണോ മൈക്രോ ആണോ എന്ത് ഹെഡിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഉദയം രജിസ്ട്രേഷൻ സൈറ്റിൽ വെരിഫൈ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. സപ്പോസ് ഇതിനകത്തും ഫേക്ക് ഡീറ്റെയിൽസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം നേരത്തെ അവർക്ക് പേയ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് വല്ല ഫേക്ക് നമ്പർ വെച്ച്, ഇപ്പൊ GSTയിലെ ഫേക്ക് രജിസ്ട്രേഷനും ഫേക്ക് IPT ഒക്കെ പോലെ തന്നെ ഇതിനകത്ത് ഒരു സാധ്യത ഉള്ളതിനാൽ ആ MSME നമ്പർ കൃത്യമായി സപ്ലയറുടെ നമുക്ക് ആ ഒരു അസസിയുടെ കയ്യിൽ നിന്ന് നമ്മൾ മേടിച്ച് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അവർ കറക്റ്റ് അതിന് അർഹതപ്പെട്ടവരാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം പേയ്മെന്റ് നൽകുക. ആ ഒരു ഹെഡിലാണ് നൽകുന്നതെങ്കിൽ. ഇനി അടുത്ത ഇത് ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ അല്ലാത്തത് എന്ന് നമുക്ക് നോക്കാം. Cases when this rule is not applicable. If you are filing your ITR under section 44AD presumptive, 44AD presumptive ആയിട്ട് നമ്മൾ ഫയൽ ചെയ്യുന്നു. കാരണം അവിടെ നമ്മൾ 8% 6% പ്രോഫിറ്റ് കാണിച്ചാണ് ഫയൽ ചെയ്യുന്നത്. അങ്ങനെയുള്ള കേസുകൾക്ക് ഈ ഒരു പ്രൊവിഷൻ ബാധകമല്ല. പിന്നെ നമ്മുടെ ക്രെഡിറ്റേഴ്സ്, നമ്മൾ ആർക്കാണോ നമ്മൾ പേയ്മെന്റ് നൽകേണ്ടത് അവർ ട്രേഡേഴ്സ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ബാധ്യത വരുന്നില്ല. ഇഫ് യുവർ ക്രെഡിറ്റർ ഈസ് നോട്ട് രജിസ്റ്റേർഡ് അണ്ടർ MSE, ഇപ്പൊ നമ്മുടെ ക്രെഡിറ്റർ MSMEയിൽ രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല, അയാൾ രജിസ്റ്റേർഡ് അല്ല എന്ന് വരികിൽ ആ ഒരു 43BH ബാധ്യത വരില്ല.
ഇഫ് യുവർ ക്രെഡിറ്റർ ഈസ് എ മീഡിയം എൻ്റർപ്രൈസസിലാണ് അയാൾ വന്നിരിക്കുന്നത് MSME ആക്ട് പ്രകാരം, അങ്ങനെയാണെങ്കിലും നമുക്ക് ഈ ഒരു ബാധ്യത വരില്ല. ഇഫ് യു ബോട്ട് ഫിക്സഡ് അസറ്റ്സ് ഓർ ക്യാപിറ്റൽ ഗുഡ്സ് ഫ്രം എ ക്രെഡിറ്റർ, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫിക്സഡ് അസറ്റ്സ്, ക്യാപിറ്റൽ ഗുഡ്സ് ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് നമുക്ക് ബാലൻസ് ഷീറ്റിൽ ബാലൻസ് ഉണ്ട് അവർക്ക് കൊടുക്കാനെങ്കിലും ഈ ഒരു 43BHന്റെ ലയബിലിറ്റി വരില്ല. ഇനി ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ്, നമുക്ക് കഴിഞ്ഞ വർഷത്തെ ക്രെഡിറ്റേഴ്സിന്റെ ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അതിന് 43BH ബാധകമാവില്ല. ഓൺലി 31/3/2024 ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സിന് മാത്രമേ ഈ ഒരു ബാധ്യത വരികയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ MSME 43BH പ്രകാരം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്കിത് വളരെയേറെ ഉപകാരപ്രദമാകും എന്ന് കരുതുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.